ഞങ്ങൾക്ക് വെപ്രാളം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വണ്ടി നിർത്തുമോ, ഞങ്ങൾ ഡിക്കി തുറന്നു കൊടുക്കുമോ, പെട്ടി മുഴുവൻ പുറത്തെടുത്ത് കൊടുക്കുമോ? മാത്രമല്ല, അതിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു മന്ത്രിയുടെ 19 മന്ത്രിമാരിവിടെ ഈ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വാഹനം പരിശോധിച്ചതായി ആർക്കെങ്കിലും അറിവുണ്ടോ? ഇന്ന് മാധ്യമപ്രവർത്തകർ കണ്ടല്ലോ, മാധ്യമപ്രവർത്തകരുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന മന്ത്രി കെ രാജൻ്റെ വാഹനം തടഞ്ഞോ? മുഖ്യമന്ത്രി ഇവിടെ വന്നല്ലോ, 2 തവണ വന്നല്ലോ, 2-3 തവണ. മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? അത് പരിശോധിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഇന്നലെ രാത്രി അവിടെ വടപുറത്തുള്ള തട്ടുകടയിൽ നിന്ന് ഞാനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്ങോട്ടത്തിലും ഭക്ഷണം കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഷാഫിയാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ ഞങ്ങൾ വഴിവക്കിൽ വെച്ച് പോലീസ് വണ്ടി തടഞ്ഞു നിർത്തിയപ്പോൾ പോലീസ് വന്നിട്ട് ഷാഫിയാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഷാഫിയുടെ മുഖത്തേക്ക് ടോർച്ചടിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി ഇതെന്തോ ഒരു ഇൻട്രസ്റ്റ് ഇതിൻ്റെ ഭാഗത്തുണ്ട്. ഞങ്ങൾ പക്ഷേ വളരെ സംയമനത്തോടെ അവർ ഡിക്കി തുറക്കാൻ പറഞ്ഞു ഷാഫിയോട്. ഷാഫി പുറത്തിറങ്ങി ഡിക്കി തുറന്നു, പെട്ടി പുറത്തെടുത്തേക്കാൻ പറഞ്ഞു. പെട്ടി പുറത്തെടുത്തു. നീ തുറക്കാൻ പറഞ്ഞു ഷാഫിയോട്. അപ്പോൾ ഷാഫി ചോദിച്ചു, നിങ്ങൾ തുറക്ക്. ഞാനല്ല തുറക്കണ്ട, ഞാൻ പെട്ടി പുറത്തെടുത്ത് വെച്ചില്ലേ, നീ നിങ്ങൾ തുറക്ക്. പിന്നെ മാത്രമല്ല, അദ്ദേഹം ചോദിച്ചു, ഇതിലൂടെ കടന്നു പോകുന്ന മറ്റു പാർട്ടിയുടെ MP-മാരെയും MLA-മാരെയൊക്കെ നിങ്ങളിതുപോലെ തടഞ്ഞു നിർത്തി വാഹനം പരിശോധിക്കുന്നുണ്ടോ? കുറച്ച് ഉച്ചത്തിൽ സംസാരിച്ചപ്പം അവിടെ ഉണ്ടായിരുന്ന വേറെ ആൾ വന്ന് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കൊന്നു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളത് പറഞ്ഞു, അത് ശരിയല്ല, നിങ്ങൾ പരിശോധിക്കണം. മാത്രമല്ല, അതുവരെ റെക്കോർഡ് ചെയ്തിരുന്ന ക്യാമറ അപ്പോൾ ഓഫാക്കി. ഞങ്ങൾ പറഞ്ഞു, ഇനി ക്യാമറ ഓൺ ചെയ്യണം, എന്നിട്ട് നിങ്ങൾ പരിശോധിക്കണം. പക്ഷേ അദ്ദേഹം ഓൺ ചെയ്യാൻ തയ്യാറായില്ല. പിന്നീട് ഞങ്ങൾ തന്നെ മൊബൈലിൽ അത് പകർത്തി അദ്ദേഹത്തെ കൊണ്ട് പെട്ടി തുറപ്പിച്ചു, ഓരോന്നും പരിശോധിപ്പിച്ചു. എന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ ഇത് എന്തോ ബോധപൂർവം ആസൂത്രിതമായി എന്തോ ഒരു പ്ലോട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഒരു സ്വാഭാവിക പരിശോധനയാണെങ്കിൽ വണ്ടി തടഞ്ഞു നിർത്താം, ഡിക്കി തുറന്നു കൊടുത്തു, അവർക്ക് ഡിക്കി തുറന്ന് പെട്ടി പരിശോധിച്ച് പോയിക്കൊള്ളാൻ പറയാം. ഇത് അവിടെ നിന്ന് ഞങ്ങളെ തന്നെ പ്രൊവോക്ക് ചെയ്യാൻ, പ്രത്യേകിച്ച് MP ഷാഫി പറമ്പിലാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, ഞങ്ങളൊക്കെ മനസ്സിലായതിനു ശേഷമാണ് ഇത് മനഃപൂർവ്വം എങ്ങനെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഭാഗം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പതിവ് പരിശോധന എന്നാണ് CPM മന്ത്രിമാരൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലും എന്തിനാണ് വെപ്രാളം എന്നാണ്, പിന്നെ വേവലാതി എന്നാണ് ശിവൻകുട്ടി. എന്ത് വെപ്രാളം? ഞങ്ങൾക്ക് വെപ്രാളം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വണ്ടി നിർത്തുമോ, ഞങ്ങൾ ഡിക്കി തുറന്നു കൊടുക്കുമോ, പെട്ടി മുഴുവൻ പുറത്തെടുത്ത് കൊടുക്കുമോ? മാത്രമല്ല, അതിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു മന്ത്രിയുടെ 19 മന്ത്രിമാരിവിടെ ഈ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വാഹനം പരിശോധിച്ചതായി ആർക്കെങ്കിലും അറിവുണ്ടോ? ഇന്ന് മാധ്യമപ്രവർത്തകർ കണ്ടല്ലോ, മാധ്യമപ്രവർത്തകരുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന മന്ത്രി കെ രാജൻ്റെ വാഹനം തടഞ്ഞോ? മുഖ്യമന്ത്രി ഇവിടെ വന്നല്ലോ, 2 തവണ വന്നല്ലോ, 2-3 തവണ. മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? അത് പരിശോധിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? അപ്പോൾ ഇത് ഏകപക്ഷീയമായി UDF MP-മാരെയും MLA-മാരെയും ജനപ്രതിനിധികളെയും ഒക്കെ തടഞ്ഞു നിർത്തി അവരെ ഇൻസൾട്ട് ചെയ്യുക. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇത് വഴി തിരിച്ചുവിടുക, സർക്കാരിനെതിരെയുള്ള വാർത്തകളുടെ മുനയൊടിക്കുക, വഴി തിരിച്ചുവിടുക എന്നുള്ളതിൻ്റെ ഒരു ആസൂത്രിതം ഞങ്ങൾക്ക് ഇതിനകത്ത് സ്മെല്ല് ചെയ്യുന്നുണ്ട്. ട്രോളിയുടെ ബാക്കിയാണ്. അതെ, പാലക്കാട്ടെ നീല ട്രോളിയുടെ പുറകെ ഇനി വേറെ എന്തെങ്കിലും ഒരു ട്രോളിയായിട്ട് അവിടെ നിന്ന് കുഴപ്പത്തിലായത് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും കുഴി ചാടുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ സമൂഹത്തിലെത്തുമ്പോൾ, പ്രചരണത്തിലെത്തുമ്പോൾ അത് തിരിച്ചടിയാവോ LDF-ന്? എന്താ സംശയം? ഇത് ജനങ്ങളിതൊക്കെ മനസ്സിലാക്കുമല്ലോ. ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. സർക്കാരിനെതിരെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. വാണിയമ്പുഴയിലെ ജനങ്ങൾ ഇപ്പോഴും പെരുവഴിയിലല്ലേ, പെൻഷൻ കിട്ടാത്ത കാര്യങ്ങൾ, വിലക്കയറ്റം, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അത് മറച്ചു പിടിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ തന്നെ ഒരു ആസൂത്രണമാണ്. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ഒരു സംശയം വേണ്ട. എന്തായാലും സർക്കാർ വിഷയങ്ങൾ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പരിശോധന എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും PK ഫിറോസ് പ്രതികരിക്കുന്നു. ഷാനു നെറ്റിക്കുളത്തിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 നിലമ്പൂർ.